മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന് തമിഴ്നാട്. ടി.വി.കെ സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് അവതരണത്തിനിടെയാണ് പ്രഖ്യാപനം. എം.ജി. പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രതീക്ഷ, ഇപ്പോൾ തമിഴ്നാട് ബജറ്റ് പ്രഖ്യാപനത്തിലൊഴിവ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ജനപ്രിയ പ്രഖ്യാപനമായിരിക്കും. പക്ഷേ അത് സംബന്ധിച്ചുള്ള ആശങ്കകൾ നമുക്കുണ്ടാകും. 130 വർഷം പഴക്കമുള്ള ഒരു ഡാം, അതിന്റെ താഴെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ. ഇതിന്നോ നാളെയോ പൊട്ടുമെന്ന് പലരും പറയുന്നു. പക്ഷേ സത്യമെന്താണ്? 1795 ബ്രിട്ടീഷ് കാലത്ത് പണിത ഡാമാണ് മുല്ലപ്പെരിയാർ. നിൽക്കുന്നത് ഇങ്ങ് കേരളത്തിന്റെ മണ്ണിൽ, ഇടുക്കിയിൽ. പക്ഷേ വെള്ളമൊഴുകുന്നത് തമിഴ്നാട്ടിലേക്ക്. തമിഴ്നാട്ടിലെ തേനി, മധുര, രാമനാഥപുരം പോലുള്ള ജില്ലകളിലെ ലക്ഷക്കണക്കിന് കർഷകർക്ക് ഈ വെള്ളമാണ് ജീവിതം. അവർക്ക് ഈ ഡാം വെറും കല്ലും സിമെന്റുമല്ല, അതിജീവനമാണ്. അതേസമയം ഈ ഡാമിന്റെ താഴെ താമസിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഭയമാണ്. ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിൽ ഇത്ര പഴയൊരു ഡാം അപകടം സംഭവിച്ചാൽ എന്താകുമെന്ന ആശങ്ക വേറെ. 2014 ഈ ഡാം പരിശോധിച്ച സുപ്രീം കോടതി വിദഗ്ധ സമിതി ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു: ഘടനാപരമായി ഡാം സുരക്ഷിതമാണ്. ജലനിരപ്പ് 142 അടി വരെ ഉയർത്താനും അനുമതി കൊടുത്തു. ഇപ്പൊ 2018, 19 അത് കഴിഞ്ഞിട്ടുള്ള ഇത് ഒരു സ്ട്രോങ് 2024 ഈ ഹെവി റെയിൻഫോൾ എപ്പിസോഡ്സ് എല്ലാം ഉണ്ടാക്കിയത് ഇതേപോലുള്ള അതിശക്തമായിട്ടുള്ള മേഘങ്ങളുടെ സാന്നിധ്യം അറേബ്യൻ കടലിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ മേഘങ്ങളെ നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് മിസോസ്കേൽ കൺവെക്റ്റീവ് സിസ്റ്റംസ് എന്നാണ് പറയുന്നത്. അത് ഏകദേശം 1000 km² വലിപ്പം ഉണ്ടായിരിക്കും. പക്ഷെ അതിൻ്റെ മേജർ ഭാഗവും നമ്മുടെ കേരള തീരത്തുള്ള അറബിക്കടലിൽ തന്നെയായിരിക്കും. അതിൻ്റെ ഒരു എഡ്ജ്, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും ശരിക്കും കരയിലേക്ക് കയറി വന്നിട്ട് ഈ വളരെ ചുരുങ്ങിയ സമയത്തുള്ള അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത്. ബാക്കിയെല്ലാം കടലിൽ പെയ്ത് തരും. അപ്പം ഈ ഒരു മേഖല മൊത്തം കേരളത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ കേരളം പിന്നെ ഇല്ല. അതെന്ന് പറഞ്ഞാൽ എല്ലാം മുങ്ങിത്തരും. എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 1000 km² മേഖലകളിൽ 90% കടലിലും വളരെ ഒരു ചെറിയൊരു പോർഷനുമാണ് ഈ കരയിലേക്ക് വന്നിട്ട് ഇത്ര ശക്തമായിട്ടുള്ള മഴകളുണ്ടാകുന്നത്. മലയിറങ്ങി വരുന്ന മരണം മറുതൊരു വാക്കുമിണ്ടാനെടുക്കുന്ന സമയത്തിന്റെ 1/3 മാത്രം മതി എല്ലാം അവസാനിക്കാൻ. അതുകൊണ്ട് സർക്കാരിനോടും മറ്റധികാരികളോടും പ്രിയപ്പെട്ട ജനങ്ങളോടുമാണ് അപകട മേഖലയിൽ താമസിക്കുന്നവർക്ക് അവരുടെ സുരക്ഷ ഉറപ്പാക്കുക. താങ്ങാവാൻ കഴിയുന്നവർ കൈകൾ കോർത്തു പിടിക്കാൻ മടി കാണിക്കാതിരിക്കുക. മനുഷ്യനെ പോലെ തന്നെ ജീവന് വേണ്ടി ദുരന്തത്തെ ഭയത്തോടെ നോക്കുന്നവരാണ് മൃഗങ്ങൾ. കെട്ടിയിട്ട് അവരെ ബലി കൊടുക്കാതെ അഴിച്ചുവിടാൻ മനസ്സുണ്ടാവണം. എല്ലാത്തിനുമുപരി അപകടഘട്ടങ്ങളിൽ അടിയന്തര സഹായത്തിനായുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകൾ എല്ലാവരും സേവ് ചെയ്തു വെക്കുക. സ്റ്റേ സേഫ്. നമ്മളിത് അതിജീവിക്കും. റിഗാർഡ്സ്, കനവുകഥ. അവരിനു വേണ്ടി തന്റെ ജീവനെ നൽകുന്നതിനേക്കാൾ അപ്പുറമായി മറ്റൊന്നുമില്ലെന്ന്. ചില മനുഷ്യരങ്ങനെയാണ്. സ്വന്തം ജീവിതം കൊണ്ട് നമ്മെ ചിലതൊക്കെ പഠിപ്പിക്കും. മരണത്തെ മുഖാമുഖം കണ്ടൊരു മനുഷ്യന് സ്വന്തം ജീവൻ പോലും നോക്കാതെ ലൈഫ് ജാക്കറ്റ് ഊരി നൽകുന്ന രാജേഷ്. സ്വാർത്ഥതയുടെ പിന്നാലെ പോകുന്ന ഈ ലോകത്ത് സ്വന്തം ജീവന് യാതൊരു വിലയും നൽകാതെ അവരിനു വേണ്ടി ജീവൻ പ്രാണത്യാഗം ചെയ്ത ഒരു മനുഷ്യനെ എങ്ങനെ മറക്കാനാണ്? പ്രളയവും ഈ അവസ്ഥകളുമൊക്കെ മാറുമ്പോഴും പ്രിയപ്പെട്ട രാജേഷ്, നിങ്ങളെന്നും നന്മയുള്ള ഹൃദയങ്ങളിൽ ഓർമ്മകളായി നിലനിൽക്കും. മാറുമല്ലേ? കയറി കിട്ടണോ? അതുകൊണ്ട് അടുത്ത് അന്നേ സാറിന്റെ കൈ മഴ താമസിച്ചത് ക്ഷമിക്കുക. കാരണം കുട്ടനാട് വിയപുരം മുതൽ നീലംപേരൂർ വരെയാ. ഒരു ദിവസം ഒരിടത്തും പോയാൽ തീർത്തട്ടെ. എല്ലാവരുടെ മുമ്പിൽ നമ്മൾ ഓടി എത്തിക്കാൻ വിചാരിക്കുന്നില്ല കേട്ടോ. കൊടുത്തോ? ആ
ഞാൻ വന്നില്ല, ഞാൻ പഞ്ചായത്ത് കൊണ്ടേ പൊയ്യപ്പാണ് നീന്താൻ അറിയാത്തത് കൊണ്ടല്ല, സ്വന്തം ജീവനേക്കാൾ മറ്റൊരാൾക്കും തിരുവനന്തപുരം കല്ലീർ സ്വദേശിയും കണ്ണൂർ മീൻതുള്ളി വാട്ടർഫോൾസിലെ ഇൻസ്ട്രക്ടറുമായ രാജേഷ് കാര്യങ്കോട് പുഴയിലെ കുത്തൊഴുക്കിൽപ്പെട്ട് തുരുത്തിൽ കുടുങ്ങിയ ബെന്നി എന്നയാളെ രക്ഷിക്കാൻ ലൈഫ് ജാക്കറ്റും കയറുമായി കുത്തൊഴുക്കിലേക്ക് ചാടുകയാണ്. ബെന്നിയെ രക്ഷിക്കാനായി തന്റെ സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി നൽകി അയാളെ സുരക്ഷിതനാക്കിയ ശേഷം കരയിലേക്ക് കയറാൻ ഏതാനും നിമിഷങ്ങൾ ബാക്കി നിൽക്കെ കയറിൽ നിന്ന് പിടിവിട്ട് രാജേഷ് ശക്തമായ ഒഴുക്കിൽപ്പെട്ട് വീഴുകയായിരുന്നു. മസിൽ പെരുപ്പ് കാരണം നീന്താനാകാതെ പോയതാകാം എന്ന് കരുതപ്പെടുന്നു. 3 ദിവസത്തെ തിരച്ചിൽ നടത്തുമ്പോഴും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ഒരുപോലെ പ്രാർത്ഥിച്ചതും പ്രതീക്ഷിച്ചതും രാജേഷ് എവിടെയെങ്കിലും നീന്തി കയറി ജീവനോടെ ഉണ്ടാകുമെന്നാണ്. എന്നാൽ കണ്ടെത്തുമ്പോൾ ആ പ്രതീക്ഷകളെല്ലാം തകർന്ന് ആ വീരനായകൻ നമ്മളെ വിട്ടു പോയിരുന്നു. യഥാർത്ഥ ഹീറോകൾ സിനിമകളിൽ മാത്രമല്ല, നമ്മുടെ ഇടയിലുമുണ്ട്. രാജേഷ് എന്ന ഈ ഹീറോയ്ക്ക് ബിഗ് സല്യൂട്ട്. ആലപ്പുഴയിലെ വെളിയനാട് കിടങ്ങറയിൽ നിന്നാണ് ബസ് കയറിയത്. പോകുന്ന വഴി മിക്കയിടത്തും വെള്ളം കയറി കിടക്കുകയാണ്. മിക്ക വീടുകളുടെയും പറമ്പിലൊക്കെ വെള്ളമാണ്. ഇത് കുട്ടനാടിന്റെ ഉൾഭാഗത്തൂടെയുള്ള റൂട്ടാണ്. കര കവിഞ്ഞൊഴുകിയ തോടുകളിലെ വെള്ളമെല്ലാം ഇപ്പോൾ റോഡുകളിലാണ്. ഈ കാണുന്നത് ഒരു റോഡാണ്. ഇതിപ്പോൾ വെളിയനാടേക്ക് പോകുന്ന റൂട്ടാണ്. നമ്മൾ റീൽസിൽ കണ്ടിട്ടുള്ള വെളിയനാട് എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ്. ഇവിടെ ഇപ്പോൾ വെള്ളം കയറി കിടക്കുകയാണ്, ബസ് ഓടുന്നില്ല. പ്രളയ ജലത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജീവൻ പൊലിഞ്ഞ തിരുവനന്തപുരം കല്ലൂർ സ്വദേശി ദുരന്ത രക്ഷാപ്രവർത്തന പരിശീലകനുമായ ആർ രാജേഷിൻ്റെ വിയോഗം ഇത് വേദനാജനകമാണ്. ദുരിതത്തിൽ അകപ്പെട്ടയാൾക്ക് ലൈഫ് ജാക്കറ്റ് നൽകി രക്ഷപ്പെടുത്തിയ ശേഷം തിരികെ നീന്തുമ്പോഴാണ് രാജേഷ് ഒഴുക്കിൽപ്പെട്ടത്. ഫ്രണ്ട്സ്, ഞാൻ റിജുവാണ്. അപ്പൊ നമുക്ക് വളരെ വിഷമമുണ്ട്. രാജേഷ് എന്ന് പറഞ്ഞ നമ്മുടെ ആ സഹോദരൻ ഒഴുക്കിൽപ്പെട്ട് രക്ഷിക്കാൻ പോയ സമയത്ത് ഡെഡായത്. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികൾ നേരെയാണ്. കാരണം അത്ര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു നീന്തലുകാരനായിപ്പോട്ട് പോലും അദ്ദേഹം ഒരാളെ രക്ഷിക്കാൻ സ്വന്തം ലൈഫ് ജാക്കറ്റ് എടുത്തു കൊടുത്ത് അദ്ദേഹം നമ്മുടെ നാടിന്റെ കണ്ണീരായി മാറി. എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയ ഒരു കാര്യമാണ് റെസ്ക്യൂ ചെയ്യാൻ പോകുമ്പോൾ. കാരണം കഴിഞ്ഞതിൽ ഞാനും റെസ്ക്യൂ ചെയ്യാൻ പോയിട്ടുള്ളതാണ്. ഈ പറഞ്ഞ നമ്മുടെ 2012 വെള്ളപ്പൊക്കത്തിലൊക്കെ. ആ സമയങ്ങളിൽ ഞാൻ പല കാര്യങ്ങളൊക്കെ ചെയ്യണ സമയങ്ങളിൽ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ എത്ര ഹാർഡാണെന്നുള്ളത് ഞാൻ നേരിട്ട് മനസ്സിലാക്കി. നമുക്ക് പുറമേ ഇരുന്നുകൊണ്ട് കാണുന്ന കൂട്ടല്ല ഗെയിമിലെ റെസ്ക്യൂ ഓപ്പറേഷൻ. ഇറ്റ്സ് എ വെരി ഹാർഡ് തിങ്. അപ്പൊ നമ്മൾ ഓരോ വീടുകളിൽ ചെന്നും ഓരോരുത്തരെ രക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെതായ ഒരു കൃത്യതയും വ്യക്തവുമായിട്ടുള്ള മൂവ്മെന്റ്സ് ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അകപ്പെട്ടു പോകും. കാരണം വേറൊന്നുമല്ല, ഭയങ്കരമായ ഒഴുക്കായിരിക്കും. 2012 വെള്ളപ്പൊക്കം അറിയാലോ, ഇപ്പോഴത്തെ വെള്ളപ്പൊക്കം ഹെവി ആയിരുന്നു. അപ്പൊ ആ സമയങ്ങളിൽ നമുക്ക് റെസ്ക്യൂ ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടുള്ള ഇതുണ്ട്. വെള്ളം ദാഹം ഉണ്ടാവും, അതിന് വെള്ളം വേണം, ഫുഡ് ഇതിന്റെ വേണം. പക്ഷെ ഫുഡ് കഴിക്കാൻ പറ്റൂല. 2 ദിവസമൊക്കെ ഞാൻ ഫുഡ് കഴിക്കാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒക്കെ കാര്യങ്ങൾ നമ്മളാരും ബോധിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. പിന്നെ അങ്ങനെയൊക്കെ ചെയ്യണ സമയത്ത് നമുക്ക് വളരെ ഹാർഡായിട്ടുള്ള ഇതൊക്കെ നേരിടേണ്ടി വരും, തരണം ചെയ്യേണ്ടി വരും. കാരണം ഒഴുക്കാണ്, ഹെവി ഒഴുക്കായിരിക്കും. നമ്മള് ജീവനും അതൊന്നും നോക്കിയിട്ടല്ല നമ്മൾ രക്ഷിക്കാൻ പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു വീട്ടുകാരൻ. അപ്പൊ അങ്ങനെയുള്ള ഹാർഡ് തിങ്സ് നമ്മൾ നേരിടുമ്പോൾ നമുക്ക് അതിൻ്റെ ഇതുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോ ഒരു ഇത് കണ്ടത്, നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ വെള്ളം ഉയർത്താൻ പോണേന്ന്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ റെയിൻസ് കിട്ടുന്ന സമയം നമ്മുടെ ഇതിലേക്ക് വന്നില്ല, ഏതോ ലക്കിനി. അതിന്റെ പകുതിയാണ് ഇവിടെ പെയ്തത്. പകുതി പെയ്തപ്പോ തന്നെ നമ്മള് കംപ്ലീറ്റ് ജില്ലകളൊക്കെ മുങ്ങി. അപ്പൊ ഫുള്ള് പോയി. സ്റ്റേറ്റിന്റെ അവസ്ഥ എന്തായിരിക്കും?
അപ്പോൾ മാത്രമല്ല ഡാം എന്നറിയും, ഡാമിന് സുരക്ഷ വേണം. അതിൽ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ ഈ ഒരു മുത്തശ്ശി അവിടെ ഇരുന്നുകൊണ്ട് നമ്മളെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നതാണ്. ഏത് ദൈവത്തിൻ്റെയൊക്കെ ഏതൊരു ശക്തിയുടെ ഒരു പ്രഭാവം കൊണ്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നു പലരും. വെതർ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ വെതറിന്റെ നോക്കിയാൽ പോലും ചില സമയങ്ങളിൽ ലക്ക് എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ് നമ്മൾ ഇത്ര നാൾ പിടിച്ചെടുക്കുന്നത്. ഇത്രയും ജനങ്ങള് ഇപ്പോഴും ഭീതിയിലാണ്. ഭീതി മാറ്റാൻ നമ്മുടെ ഗവൺമെന്റിന് കഴിയാനായിട്ടുള്ളത് പവർഫുൾ ആയിട്ടുള്ള ഇത് വേണം. നല്ലൊരു നേതാവ് ഉണ്ടെങ്കിൽ നല്ലൊരു ഇതിൽ നമുക്കിപ്പോ ഈ ഒരു മുത്തശ്ശീന പൊട്ടിച്ചളഞ്ഞ പുതിയതായിട്ടുള്ള ഒരു ഡാം നിർമ്മിക്കണം. അതേപോലെ തന്നെ അവർക്ക് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം എത്തിക്കണം. ഡാം ഒരു വെള്ളം കൂട്ടി മുത്തശ്ശിയിലെ വെള്ളം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? ഇത്തരം ജനങ്ങളുടെ സുരക്ഷ നമ്മുടെ കയ്യിൽ ഭദ്രമാണെന്ന് പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെയും ജീവനും സ്വത്തിനും ഒക്കെ സുരക്ഷ നൽകുന്ന ഗവൺമെന്റ് ഇതിൽ എത്രയും അടിയന്തരമായി ഇടപെടണം. അതുപോലെ കേന്ദ്ര ഗവൺമെന്റ്, പ്രധാനമന്ത്രി മോദിജിയൊക്കെ എന്തുകൊണ്ടാണ് ഇതിൽ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ കോടതിയിൽ ഇരിക്കണോണ്ടായിരിക്കാം. കോടതിയിൽ ഇതൊക്കെ മാറ്റാനായിട്ട് ഗവൺമെന്റ് വിചാരിച്ചാൽ നടക്കും. സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുക. എല്ലാം കോടതിയിൽ പോയി കേസ് വിജയിച്ചിട്ട് ഡാം കെട്ടാൻ പറ്റുമോ? പറ്റില്ല. ചിലപ്പോൾ കോടതിക്ക് തന്നെ അറിയാൻ പറ്റില്ല. കോടതി ചെക്ക് ചെയ്താലൊക്കെ ഇത്ര ഇത് വരുള്ളൂ. അതിന് ഹൈ ടെക്നോളജീസ് ഉള്ള വിദഗ്ധന്മാരായിട്ടുള്ള അമേരിക്ക എന്നുള്ള കൃത്യമായിട്ടുള്ള ഇവര് വന്നൊക്കെ നമ്മൾ സയന്റിസ്റ്റ് ഇതൊക്കെ വന്ന് കൃത്യമായിട്ട് പഠനം നടത്തണം. ചൈനയിലെ ഡാംസ്, പുതിയ ഡാംസ് വരെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെയും ബാധകമാവുന്നത്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു ഡാം മാനേജ്മെന്റ് എന്നുള്ളൊരു ഇത് മാറ്റിയിട്ട് ഡാം സുരക്ഷ എന്നുള്ളൊരു ഇതിലേക്ക് നീങ്ങണം. എത്രയും പെട്ടെന്ന് അത് പൊളിച്ചു മാറ്റാൻ അല്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്തിട്ട് വേറൊരു ഡാം നിർമ്മിച്ചുകൊണ്ട് ഇന്ന് എന്തോരം സംവിധാനമുണ്ട് ജലം എത്തിക്കാനായിട്ട്. തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട് കർഷകർക്കൊക്കെ ജലം എത്തിക്കാൻ എന്തോരം അവസരങ്ങളുണ്ട്, എന്തോരം ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി തമിഴ്നാടും കേരളവും കൂടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വെള്ളം കിട്ടും. അടിയിലിരിക്കുന്ന മറ്റുള്ള ജനങ്ങൾക്കും പുതിയ ഡാം വന്നു കഴിയുമ്പോൾ നമുക്ക് സേഫ് ആയിരിക്കും. വെള്ളപ്പൊക്കം ഉണ്ടാവും, അതിപ്പോ ഡാം പുതിയത് പറഞ്ഞാലും ഇല്ലെങ്കിലും, പക്ഷെ സേഫ് ആയിരിക്കും. നമുക്കൊരു ഉള്ളിലൊരു ഭയം ഉണ്ടാവൂല. അപ്പൊ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ആ പാവത്തിന് വേണ്ടി നമ്മളുടെ ജീവൻ രക്ഷിക്കാൻ പോയ രാജേഷിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.